നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി കേരളം ആവശ്യപ്പെടുകയാണ്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ആരോഗ്യരംഗത്ത് ഇനിയൊരു വീഴ്ച കാരണം ജീവൻ പൊലിയാൻ അനുവദിച്ചുകൂടാ. MLA ആകാൻ പോലും യോഗ്യയല്ലെന്ന് പാർട്ടി സഖാക്കൾ പോലും പരസ്യമായി പറഞ്ഞിട്ടും അവരെയൊക്കെ അച്ചടക്ക വാൾ കാട്ടി അടക്കി നിർത്തി പാർട്ടി വീണ ജോർജിനൊപ്പം നിൽക്കുകയാണ്. ആരോഗ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പോലും. നാളെ നേരം പുലരുമ്പോൾ അമേരിക്കയിലേക്ക് തുടർ ചികിത്സയ്ക്ക് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തുമ്പോഴെങ്കിലും വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി കേരളത്തിന് എന്തിന് എന്ന് ചിന്തിക്കണം. കോട്ടയം തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വേദന സ്വന്തം കുടുംബത്തിന്റെ ദുഃഖമായി കേരള മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. ആ കുടുംബത്തിനുള്ള നീതിയാകും വീണ ജോർജിന്റെ രാജി. വെന്റിലേറ്ററിലായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നയിക്കാൻ കെൽപ്പില്ലെന്ന് തെളിയിച്ച ആരോഗ്യമന്ത്രിയുടെ രാജിക്കായി മുഖവിളി ഉയരുമ്പോൾ കസേര സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലോ മന്ത്രി? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് ഇടിഞ്ഞു വീണ് മരിച്ച കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്കാണ് നടന്നത്. തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിലേക്ക് നിരവധി ആളുകളാണ് എത്തിയത്. രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ മേഖലകളിലെ ആളുകളും ഒക്കെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എല്ലാവരുടെയും വേദനയാണ് അവിടെ കണ്ടത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒരു മന്ത്രിക്ക് പോലും ആ വീട്ടിലേക്ക് എത്താൻ തോന്നിയില്ല. സംസ്കാരം നടക്കുന്ന സമയത്ത് രാവിലെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നില്ല. അല്പസമയം മുമ്പ് മന്ത്രി VN വാസവൻ കോട്ടയം തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തി. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ആ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും എങ്ങനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതുമാത്രമല്ല, ഇത്തരം ഒരു ദുരന്തത്തിന് കാരണമായ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത, അനാസ്ഥ, ഇതിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. ഈ മന്ത്രി എന്തിനാണ്? ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് തെളിയിക്കണമെങ്കിൽ ആരോഗ്യമന്ത്രിയെ ആ സ്ഥാനത്തിരിക്കാൻ അനുവദിച്ചുകൂടാ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചെത്തുമ്പോഴെങ്കിലും ഇതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കണം. ഇന്ന് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ സക്കറിയ ജോർജ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ്. ആദ്യം ശ്രീ സക്കറിയ ജോർജ്, ആർക്കും സഹിക്കാൻ പറ്റാവുന്നതല്ലായിരുന്നു ഇന്ന് രാവിലെ ബിന്ദുവിന്റെ വീട്ടിൽ കണ്ട ദൃശ്യങ്ങൾ. ആർക്കും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കപ്പെട്ടുവല്ലോ, സർക്കാരിൻ്റെ ഒരു പ്രതിനിധിക്ക് പോലും, ഞാൻ മന്ത്രിമാരെയാണ് ഉദ്ദേശിച്ചത്, സാധാരണ ഒരു മന്ത്രിയെങ്കിലും ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോൾ പോയി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതാണ്. അതുണ്ടായില്ല. അതിന് കാരണം എന്താണ്? താങ്കൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്? അതിന് കാരണം ആ കുടുംബത്തെ അഭിമുഖീകരിക്കാൻ ആ സമയത്ത് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി പോയില്ലേ സംസ്ഥാനത്തെ മന്ത്രിസഭ? ആദ്യമായിട്ട് ഈ പാവപ്പെട്ട കുടുംബത്തിലെ മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലും വരുന്നത് സാധാരണക്കാരാണ്. ആ മരിച്ച പരേതയോടുള്ള ആദരവും ഞാൻ അർപ്പിക്കുന്നു. ഈ പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ഉണ്ടായത് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇത് പുവർ ഗവേണൻസിൻ്റെ, മോശപ്പെട്ട ഒരു ഭരണകാര്യത്തിൻ്റെ ആകത്തുകയാണ് ഇങ്ങനൊരു ദുരന്തം. കാരണം ഈ പറയുന്ന സ്ഥലം അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് 5 വർഷം മുമ്പ് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് CID വർക്ക് ചെയ്താണ്. അപ്പം 2006-2007 കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാ വൈറ്റൽ ഇൻസ്റ്റലേഷനും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണമെന്ന്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ പ്രകാരം അത് സ്പെഷ്യൽ ബ്രാഞ്ച് CID DYSP ആ വൈറ്റൽ ഇൻസ്റ്റലേഷൻ ഇരിക്കുന്നിടത്തെ സബ് ഡിവിഷൻ പോലീസ് ഓഫീസർ, IBയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ, പിന്നെ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുള്ള ഉദ്യോഗസ്ഥൻ, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ DYSP, ഇങ്ങനെ എല്ലായിടത്തും നടത്തി. പക്ഷേ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അന്നത്തെ IG പിന്നെ SPG ഡയറക്ടറും ഒക്കെ ആയിരുന്ന അരുൺകുമാർ സിൻഹ സാറിൻ്റെ ജൂനിയർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയത്. അപ്പോൾ മനുഷ്യൻ ചെല്ലുന്നിടത്തെല്ലാം
സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണം. അത് ടെറർ അറ്റാക്ക് ആകാം, ഇതുപോലുള്ള സ്ട്രക്ചറൽ കൊളാപ്സ് ആകാം, മറ്റ് ഡിസാസ്റ്റർ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ജനത്തിൻ്റെ ജീവനാണ് ഏറ്റവും വിലയേറിയത്. ഹ്യൂമൻ ലൈഫാണ് ഭൂമിയിലെ ഏറ്റവും പ്രഷ്യസ് സാധനം. നമുക്ക് അറിയാം, സ്വർണവും പണമൊന്നുമല്ല, മനുഷ്യജീവനാണ് നല്ല രാജ്യങ്ങളിലെല്ലാം ഏറ്റവും വിലയേറിയ കാര്യമായി ചിന്തിക്കുന്നത്. കാര്യം ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ ഭരണകൂടം സാധാരണക്കാരായ ജനങ്ങൾ ചെല്ലുന്ന സർക്കാർ ആശുപത്രിയിലേക്ക് എന്ത് വിലയാണ് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സെക്യൂരിറ്റി ഓഡിറ്റ് ആനുവലായിട്ട് നടത്തണം. എവിടെ ജനം കൂടുന്നു, ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഭാരത് പെട്രോളിയത്തിൽ ചെയ്തു, കൊച്ചിയിൽ, അതുപോലെ NBOL നാഷണൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറിയിൽ ചെയ്തു, സിനഗോഗിൽ ചെയ്തു, അതുപോലെ ഹൈക്കോടതി ഉണ്ടായിരുന്നു, പിന്നെ AG's ഓഫീസ്, ഇതൊക്കെ എല്ലായിടത്തും പ്രധാനപ്പെട്ട, അതായത് വൈറ്റൽ ഇൻസ്റ്റലേഷനിലെല്ലാം സെക്യൂരിറ്റി ഓഡിറ്റ് ചെയ്തു. ഇതേക്കുറിച്ച് ഇപ്പോൾ ഈ അത്യാഹിതം ഉണ്ടായതിനു ശേഷം, ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം, ബിന്ദു മരിക്കാനിടയായ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വലിയ പ്രതിഷേധമുണ്ടാകുന്ന ഈ സമയത്ത് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരു റിലീസ് ഉച്ചയോടുകൂടി ഉണ്ടായിരുന്നു. താങ്കൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അതിങ്ങനെയായിരുന്നു: ആരോഗ്യവകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്നുള്ള പദ്ധതി ചരിത്രത്തിൽ ആദ്യമായി സേഫ്റ്റി ഓഡിറ്റ് നടത്തിയതും ഈ കാലത്താണെന്നാണ്. അങ്ങനെ ഒരു കാര്യം പറയുകയാണ്. അതിന് ആധാരമായി പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ മെയ് 21 ചേർന്ന ഉന്നതതല യോഗമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ദുരന്ത ആഘാതം ഒഴിവാക്കുന്നതിനായി ആശുപത്രി സുരക്ഷാ പദ്ധതി തയ്യാറാക്കുവാനുള്ള തീരുമാനമായിരുന്നു. അതിൻ്റെ കുറേ മേന്മകളൊക്കെ പറയുന്നുണ്ട് ഈ റിലീസിൽ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ജൂൺ 26 ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശീലനങ്ങൾക്കായി തുകയും അനുവദിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നത് ആരോഗ്യ വകുപ്പിൽ ചരിത്രത്തിലാദ്യമായി ആശുപത്രികളിൽ സേഫ്റ്റി ഓഡിറ്റും ഫയർ ഓഡിറ്റും നടത്തി. പോലീസും ഫയർഫോഴ്സുമായി ചേർന്ന് സേഫ്റ്റി ഓഡിറ്റും മോക്ക് ഡ്രില്ലും നടത്തി. ആശുപത്രി സുരക്ഷയ്ക്കായി പ്രത്യേക ഗൈഡ് ലൈനും പ്രഖ്യാപിച്ചു. രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു പ്രോട്ടോകോൾ നടപ്പിലാക്കിയ സംസ്ഥാനം കൂടിയാണ് കേരളം എന്നാണ് അവകാശവാദം. ഇതിൻ്റെ എന്ത് തെളിവാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു അത്യാഹിതം നടക്കാനേ പാടില്ല. കാരണം 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഓഡിറ്റിന് UN-ൻ്റെ തന്നെ ബ്ലൂ ബുക്ക് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബേസിക് പാഠങ്ങളെല്ലാം അതിനകത്തുണ്ട്. നമ്മുടെ ഇവിടുന്ന് പോലീസ് ഓഫീസേഴ്സ് നാഷണൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി അക്കാഡമി നിസാർ ഹൈദരാബാദിൽ പോയി ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഞാനും കോളേജ് ഓഫ് എയർ വാർഫെയർ സെക്കൻഡറാബാദിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ്ങിന് ഞാനും പോയതാണ്. ഡിസാസ്റ്റർ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇരിക്കുന്ന ഓഫീസിൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ച് നമ്മൾ പലപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ 2006 വന്ന അതിൻ്റെ തുടർച്ചയായിട്ട് നിരന്തരം വേണം. ഞാനിപ്പം UDF LDF ഒന്നും പറയുന്നില്ല. പക്ഷേ 2006 മുതൽ UDF LDF മാറി മാറി ഭരിച്ചു. ഇപ്പം LDF കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത് സെക്കൻഡ് ടൈം വരുന്നു. ഇത് ഇവരുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഖജനാവിലെ കാശ് കൊണ്ട് ഇവർ സുഖിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, ഇവർക്ക് ജനങ്ങളോടുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ആ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റത്തെ ഉണർത്തിയിട്ട് നമ്മൾ ഏറ്റവും നല്ല ഗുഡ് ഗവർണൻസ് അല്ലെങ്കിൽ എക്സലൻറ്റ് ഗവർണൻസിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. ഇത് മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഇന്ന് TV എല്ലാം കണ്ടപ്പോൾ എല്ലാവരും ന്യായീകരിക്കുവാണ്. എല്ലാവരും, മന്ത്രി, കോട്ടയത്തിൻ്റെ മന്ത്രി, സൂപ്രണ്ട്, ഇവരെല്ലാവരും ന്യായീകരിക്കുവാണ്. അപ്പം ന്യായീകരിച്ച് കാണുമ്പോൾ നമുക്ക് അവസാനം സാധാരണക്കാരനൊരു മനുഷ്യന് തോന്നുന്നത് ഈ മരിച്ച ബിന്ദു മാത്രമാണ് ഇന്നത്തെ കുറ്റക്കാരി. ന്യായീകരണ തൊഴിലാളികളുടെ സംഗമമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം മന്ത്രി VN വാസവൻ, അദ്ദേഹം ഒടുവിൽ ബിന്ദുവിന്റെ വീട്ടിലെത്തി. അല്പസമയം മുമ്പാണ് അദ്ദേഹം ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. അവിടെ വെച്ചും അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്തമുള്ള ആൾ എന്ന് തന്നെയാണല്ലോ വർഷങ്ങളായി മന്ത്രി VN വാസവൻ. അങ്ങനെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഈച്ച അനങ്ങുമ്പോൾ പോലും ഇപ്പോഴത്തെ മന്ത്രിയായ VN വാസവൻ അറിയും. അത് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനും കൂടിയുണ്ട്. പക്ഷെ അതൊന്നും ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇന്നത്തെ പുതിയ ന്യായീകരണം, കുറേയേറെ ന്യായീകരണങ്ങൾ അദ്ദേഹം അല്പസമയം മുമ്പ് നടത്തുകയുണ്ടായി. ആ ബൈറ്റിലേക്ക് പോകാം. ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട അവർ മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ്. വീണയുടെ ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്.
അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഒരു സർജറി അനിവാര്യമാണ് ആ കുട്ടിക്ക്. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യായ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചെലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെന്റും ഈ ഹോസ്പിറ്റലും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും. മൂന്നാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിന്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായി സൂപ്രണ്ട് സെക്രട്ടറിയായി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെന്റുണ്ട്. ശ്രീ വസന്തകുമ്പള്ളി, ആ കുടുംബത്തോടൊപ്പം സർക്കാരുണ്ട് എന്നാണ് മന്ത്രി VN വാസവന്റെ ഇപ്പോൾ അല്പസമയം മുമ്പത്തെ ഉറപ്പ്. പക്ഷേ ഇദ്ദേഹത്തിനൊന്നും ആ വീട്ടിലേക്ക് രാവിലെ എത്താൻ പറ്റിയില്ല. അത് സ്വാഭാവികമായിട്ടും അവരെ ഫേസ് ചെയ്യാനുള്ള മടി ആയിരിക്കും ആ സമയത്ത്, അത്രയും ആളുകൾ കൂടിയ സമയത്ത്. മന്ത്രിമാർക്ക് പോലും ആ സമയത്ത് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. നോക്കൂ, ഈ മന്ത്രിമാരെല്ലാവരും മെഡിക്കൽ കോളേജിൽ ഈ അപകടമുണ്ടായി 1 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്തി. ഇവരെത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദു ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10:30 ഉണ്ടാകുന്ന അപകടത്തിൽ 11:30, അതായത് തൊട്ടപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് ആഡംബര ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ ഉണ്ടായിരുന്നു വീണ ജോർജും ഈ സംസാരിക്കുന്ന ഏറ്റുമാനൂർ MLA കൂടിയായ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായ മന്ത്രി വാസവൻ അടക്കമുള്ളവർ 4 കിലോമീറ്റർ അപ്പുറത്ത് ആഡംബര ഹോട്ടലിൽ AC-യുടെ സുഖത്തിൽ നട്ട്സും ബദാമും കഴിച്ചുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ ഓടിയെത്തിയല്ലോ. ഓടിയെത്തിയിട്ട് ഏറ്റവും ആദ്യം സ്ഥലത്തെ മന്ത്രി, സ്ഥലത്തെ MLA എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആവശ്യമായി വന്നാൽ ആ രക്ഷാപ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ഥലത്തെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. പക്ഷേ വാസവനടക്കം ആ പ്രശ്നമുണ്ടായ വകുപ്പിന്റെ മന്ത്രി, ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ എന്താണ് ശ്രമിച്ചത്? 11 മണിക്ക് അവിടെ എത്തുന്ന ഈ മന്ത്രിക്കൂട്ടം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ യാതൊന്നും ഭയപ്പെടാനില്ലെന്നും ഇത് അടച്ചിട്ടിരുന്നതാണെന്നും മറ്റാർക്കും അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും അവിടെ മനുഷ്യൻ പോയിട്ട് ഒരു എലി പോലും ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ലെന്നും അതുകൊണ്ട് തൽക്കാലം സമയമെടുത്ത് അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനം എന്ന് പോലും അവർ പറയുന്നില്ല. കെട്ടിടം വീണ് കിടക്കുന്നത് മാറ്റുക എന്നുള്ള പ്രവർത്തനം പയ്യെ തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ ആ രക്ഷാപ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്താൽ പോലും അത് ഒരുപക്ഷെ കോടതിയുടെ മുമ്പിൽ നിന്നു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ചെയ്തത്. അതായത് ബിന്ദുവിനെ കൊലയ്ക്ക് കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രതി അത് വീണ ജോർജ് ആണ്. രണ്ടാമത്തെ പ്രതി VN വാസവനാണ്. അത് ഈ ന്യായീകരണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും വീണ ജോർജിനെ പാർട്ടിയിലെ സഖാക്കൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പത്തനംതിട്ടയിൽ അല്പസമയം മുമ്പ് കണ്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അത് കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പത്തനംതിട്ടയിലെ 2 പ്രമുഖ CPM നേതാക്കളാണ് വീണ ജോർജിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിലൊന്നിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ജോൺസൺ PJയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു MLA ആയി ഇരിക്കാൻ അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജോൺസൺ PJ. അതുപോലെ തന്നെ മറ്റൊരു നേതാവായ രാജീവ് പക്ഷേ ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അറിയാം. അത് ഇതിപ്പോൾ ജോൺസന്റെയാണ്, പിന്നെ രാജീവിന്റെയും. ഈ 2 പേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമാണ്. അത് വീണ ജോർജിനെതിരെയാണ്. അതായത് പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾക്ക് പോലും എതിർപ്പുണ്ട് വീണ ജോർജ് ഈ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത്. അവർക്ക് ജനങ്ങളോട് പറഞ്ഞു നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അറിയാനായിട്ടുള്ളത് അത് കൃത്യവുമാണ്, ഈ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകും പാർട്ടിയിൽ നിന്ന്. അവരെ അച്ചടക്കത്തിന്റെ വാൾ കാണിക്കാൻ പോവുകയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, പാർട്ടി വീണ ജോർജിനൊപ്പമാണ്. അതായത് കേരളം വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ പാർട്ടി വീണ ജോർജിനൊപ്പമാണ്. ശ്രീജിത് പണിക്കർ. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഇത് ശ്രീ VN വാസവന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല,
മറ്റു പല മന്ത്രിമാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ വീണ ജോർജിനെ ന്യായീകരിക്കുന്നതിനും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ ഇതേ തരത്തിലുള്ള വാദങ്ങളാണ് ആവർത്തിക്കുന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായിട്ട് തന്നെ നിറവേറ്റുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് എന്ന് ആ പോസ്റ്റിൽ 2 തവണയാണ് പറയുന്നത്. ഒരു തവണ പറഞ്ഞാൽ അതുകൊണ്ട് ആൾക്കാർ വീണ്ടും സംശയിക്കുമോ എന്ന് കരുതിയിട്ടാണോ അദ്ദേഹം രണ്ടാമത് വീണ്ടും അത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 തവണയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് മുഴുവനും UDFന്റെ ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ്, ഈ പ്രതിഷേധത്തിന്റെ പിന്നിൽ. അതായത് UDF ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ആരോഗ്യരംഗം എത്രത്തോളം കുത്തഴിഞ്ഞതായിരുന്നോ അതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ടുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മാതൃകയായിട്ട് നമ്മുടെ ആരോഗ്യരംഗം മാറിയിട്ടുണ്ട് എന്നും അതിൽ UDFന് എന്തോ കണ്ണുകടി ഉണ്ട് എന്ന രീതിയിലും ഇനി തിരിച്ച് അധികാരം പിടിച്ച് വീണ്ടും കട്ടുമുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം UDF ഇവിടെ നോക്കുകയാണ്, അതിനുവേണ്ടി മന്ത്രി വീണ ജോർജിനെ കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ് എന്നുമൊക്കെയാണ് ശ്രീ റിയാസ് ഇതിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരു സഹോദരിയുടെ ദാരുണ അന്ത്യമുണ്ടായപ്പോൾ അതിനെ തുടർന്ന് കേവലം രാഷ്ട്രീയമാണ് പറയാനായിട്ട് ശ്രീ മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നത്. അവിടെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അധികൃതർ നോക്കിക്കോളും എന്ന് ഒരൊറ്റ വരിയിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിനെ അദ്ദേഹം പരിമിതപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക്, മന്ത്രിസഭയിലുള്ള ആൾക്കാർക്ക് ഒരു മന്ത്രിയെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമാണോ അവരുടെ ഉത്തരവാദിത്തം? അപ്പോൾ കേരളം ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യരംഗത്തെ 1ാം സംസ്ഥാനമാണ് എന്നും ലോകോത്തരമായിട്ടുള്ള മാതൃകയാണ് നമ്മുടേത് എന്നുമൊക്കെ പറയുമ്പോൾ ആ ലോകോത്തരമായിട്ടുള്ള മാതൃകയിൽ ഒരു കെട്ടിടം അതിന് ബലക്ഷയമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷവും അതിൽ വാർഡുകൾ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിച്ചു വന്നാൽ അത് ആരോഗ്യരംഗത്തെ മികച്ച മാതൃകയാണോ എന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ് മുഹമ്മദ് റിയാസിനോട് നമ്മൾ ചോദിക്കേണ്ടത്. അദ്ദേഹം അതിന് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രേരിതമായി അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തട്ടുകിട്ടാതിരിക്കുന്നതിനുള്ള മാർഗം നോക്കുകയും ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു രാജി എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുകയുമാണ്. കാരണം ഈ ഒരു സമയത്ത് രാജിവെച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് ഇറീക്കവറബിൾ ആയിട്ടുള്ള ഒരു ലോസ് ആണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ കാലത്ത് ഇവിടെ മരുന്നുകൾ ഉണ്ടായിരുന്നില്ല, ഡോക്ടർമാരുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നതിനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അല്പം നിമിഷം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ശ്രദ്ധേയമാകുന്നത്. C&AG കണക്കനുസരിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഇവിടെ വളരെ കൂടുതലായിട്ട് സോഴ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സർക്കാർ ആശുപത്രികൾ വഴി അത് വ്യാപകമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് C&AG ഫൈൻഡിംഗ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫൈൻഡിംഗ് ഉണ്ട് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഏതാണ്ട് 1 മണിക്കൂറോ മറ്റോ മുമ്പാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരൊറ്റ പോസ്റ്റ് ശ്രീ മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ഒറ്റയടിക്ക് റദ്ദ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വേണ്ടുന്ന മരുന്നുകളും മറ്റ് സജ്ജീകരണങ്ങളും പണ്ടുണ്ടായിരുന്നില്ല എന്നാണ് ശ്രീ റിയാസ് പറയുന്നത്. ഇപ്പോൾ അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സജ്ജീകരണം എന്ന് പറയുമ്പോൾ മറ്റ് എക്യുപ്മെന്റുകളും മറ്റ് ഫെസിലിറ്റികളും ഒക്കെ ആയിരിക്കുമല്ലോ. ഈ അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ സർക്കാരിനെതിരെ സംസാരിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ശ്രീ ഹാരിസ് ചിറക്കൽ പറഞ്ഞതും കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്നതുമായിട്ടുള്ള ഈ 2 സംഭവങ്ങളെ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, ഒന്ന്, നേരത്തെ തന്നെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിരിക്കുന്ന, ബലക്ഷയമുണ്ട് എന്നറിയുന്ന ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ വീണ്ടും നിരവധി രോഗികൾ, സർജറി കാത്തിരിക്കുന്നവർ, സർജറി കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കും മറ്റുള്ളവർക്ക് കൂട്ടിരിപ്പുകാർക്കുൾപ്പെടെ ഉപയോഗിക്കുന്നതിനുള്ള ടോയ്ലറ്റ് സൗകര്യവും ഒരു പൊളിഞ്ഞ കെട്ടിടത്തിൽ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാവുന്ന ഒരു കെട്ടിടത്തിൽ നൽകുന്നു. അത് ആരോഗ്യ വകുപ്പിന് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായതിനു ശേഷവും. 2, ശ്രീ ഹാരിസ് ചിറക്കൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു 2-2.5 മാസം മുൻപ് ഒരു സർജറിക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ് സോഴ്സ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് അവിടെ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊടുത്തതിന് ശേഷവും അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ഫംഗ്ഷണൽ അല്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് 1 വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ മന്ത്രിയുടെ കെടുകാര്യസ്ഥത വ്യക്തമാണ്. മന്ത്രി ഇവിടെ പറയുന്നത് എന്താണ്? സിസ്റ്റമാണ് ഈ പ്രശ്നമെന്നാണ്. ഞാൻ പറഞ്ഞ ആ സിസ്റ്റത്തിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ ജോർജ്. മറ്റ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റാൾക്കാർ ആരൊക്കെയാണ്? ആരോഗ്യ വകുപ്പിൽ 1ാമത് മന്ത്രി വീണ ജോർജ് ആണെങ്കിൽ അതിൽ 2ാമത്തെ ആളെ പറ്റി ആരും പരാമർശിക്കുന്നില്ല. അത് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്, ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തുള്ള ആളാണ്, ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്ന സെക്രട്ടറിയാണ് രാജൻ ഖോബ്രഗഡെ. ഈ ഖോബ്രഗഡെ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ്? സർജറി കഴിഞ്ഞതിന് ശേഷം ICUവിൽ വിശ്രമിക്കുന്ന ഒരു സ്ത്രീ അവിടെ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവർക്ക് പോലും കൃത്യമായിട്ടുള്ള നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ഇതിന്റെ
സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ബ്യൂറോക്രസിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന ജനപ്രതിനിധികളാണെങ്കിലും ഒന്നും കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത് എന്താണ് ഇവിടുത്തെ ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നം? ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നോ, ഏതെങ്കിലും വാർഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ചറിയേണ്ടതിന് പകരം കേൾക്കുന്ന കാര്യം അതേപോലെ റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ മന്ത്രി വീണ ജോർജ്. അത് മാത്രമല്ല, അതിനുശേഷം അവിടെ ഇതേ വാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ ആ വാർഡിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അതായത് മാധ്യമങ്ങൾ വന്നപ്പോൾ ക്യാമറയിൽ എങ്ങാനും പതിഞ്ഞാലോ എന്ന് പേടിച്ച് അവരെ കൂട്ടത്തോടെ മറ്റൊരു വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് ചില ഫോട്ടോകൾ പോലും വന്നിട്ടുണ്ട്. ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ പൊടികളൊക്കെ ആ കട്ടിലിൽ, ആ ബെഡിലുള്ള കാഴ്ച പോലും കാണുന്നുണ്ട്. അതായത് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രോഗികളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഡോക്ടർമാർ തന്നെ സംബന്ധിച്ച കാര്യമാണ് ഇക്കാര്യം. മഞ്ജുഷ്, ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇവർ പറഞ്ഞിരിക്കുന്ന നുണകളുടെ ആ സീരീസ് ആലോചിച്ച് നോക്കൂ. ഒന്നാമത് ഇവർ പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അവിടെ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്താണ് കുറ്റം എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ട് ശ്രീ വി എൻ വാസവൻ പറഞ്ഞത് പ്രവർത്തിക്കാത്ത കെട്ടിടത്തിൽ ആൾക്കാർ കടന്നു കയറിയതാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ കയറി അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കുറ്റമാണ്, ഞങ്ങളുടെ കുറ്റമല്ല എന്ന്. അതിനുശേഷം രണ്ടാമത് പറഞ്ഞിരുന്നത് എന്താണ്? അവിടെയുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്ന്. ആ സമയത്ത് ഇന്നലെ ന്യൂസ് 18 തന്നെ വാർത്താ സംഘം അവിടെയുള്ള ഒരു ഡോക്ടറോട് ചോദിക്കുന്ന സമയത്ത് ആ ഡോക്ടർ യാതൊരു മറയും കൂടാതെ പറയുന്നുണ്ട് അവിടെയുള്ള വാർഡുകൾ ഫംഗ്ഷനിങ് ആണ്, എല്ലാ വാർഡുകളും ഫുള്ളാണ് എന്ന്. എന്ന് വെച്ചാൽ സർജറിക്ക് കാത്തിരിക്കുന്ന ആൾക്കാരും അവരുടെ കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ അവിടെ വാർഡുകളിൽ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വാർഡുകളുള്ള ഭാഗം പൊളിഞ്ഞു വീഴാതിരുന്നത്. മറ്റൊരു ഭാഗം പൊളിഞ്ഞു വീണത് കൊണ്ടാണ് അതിന്റെ കാഷ്വാലിറ്റി കുറഞ്ഞിരുന്നത്. ഒരാളാണ് അതിന്റെ ഫേറ്റലായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ മറ്റുള്ള ആൾക്കാരെ എല്ലാം തിടുക്കപ്പെട്ട് മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും അതിന് കഴിയാത്ത കുറെ ആൾക്കാരെ വരാന്തകളിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും ഇനിയും കഴിയാത്ത കുറെ ആൾക്കാരെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നതിനും അവർ ശ്രമിച്ചില്ലേ? അപ്പൊ ഇതിൽ ഈ കെട്ടിടം ഫംഗ്ഷനിങ് അല്ല എന്ന് നുണ പറഞ്ഞതാരാണ്? അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഞാൻ പറഞ്ഞ മെഡിക്കൽ സൂപ്രണ്ടിനെതിരെ എന്ത് നടപടിയാണ്? സസ്പെൻഷൻ അല്ല, സത്യം പറഞ്ഞാൽ അയാൾ സർവീസിൽ തുടരാനായിട്ട് യോഗ്യനല്ല. കാരണം അവിടെ ഇത് ഫംഗ്ഷനിങ് ആണ് എന്ന് മൂക്കിന് കീഴിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്, ജനപ്രതിനിധികളുടെ മുന്നിൽ വെച്ചിട്ട് കള്ളം പറയുകയാണ്. അങ്ങനെ ഒരു ഡോക്ടർ, ഇത്ര സീനിയോറിറ്റി ഉള്ള ഒരു ഡോക്ടർ ഇത് ഫംഗ്ഷനിങ് അല്ല, അതിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ അറിയാമായിരുന്നു എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത്? ഈ കെട്ടിടത്തിന് ഡോക്ടർ ജയകുമാർ എന്നയാൾ പ്രഗത്ഭനാണ്, അദ്ദേഹം ജനകീയനായ ഡോക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല, അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെ കുറിച്ചും ഒന്നും. ഇവിടെ പക്ഷേ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി, അതായത് മന്ത്രി ഇതെല്ലാം ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെക്കുന്നു, ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്നു. മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വരുന്നു, സൂപ്രണ്ട് ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ്. ആ സൂപ്രണ്ട് അവിടെ പറയുന്നത് ആലോചിച്ച് നോക്കൂ. ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കൺഫേംഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ റീപ്ലേസ്മെന്റ് എന്ന നിലയ്ക്കാണ് പുതുതായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ പണി കഴിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ട് എന്നറിഞ്ഞിട്ടും അവിടെ വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളുന്നതിന് ഈ കെട്ടിടം ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. എന്ന് വെച്ചാൽ ബലക്ഷയം എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഒരൊറ്റ റിസ്ക് മാത്രമേ ഉള്ളൂ, ഈ കെട്ടിടം താഴേക്ക് നിലം പൊത്തും എന്നുള്ളതാണ്. ആ റിസ്ക് എടുത്തുകൊണ്ട് അവിടെ ഇത്രയും കാലമായിട്ട്, വർഷങ്ങളായിട്ട് വാർഡ് പ്രവർത്തിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? അവിടെയുള്ള തിരക്കിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല എന്നാണോ? ഞാൻ പറഞ്ഞ ഈ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണോ? മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണോ? നമ്മൾ ഈ പറയുമല്ലോ, ഈ ഒരു ഇല അനങ്ങിയാൽ പോലും കോട്ടയം മെഡിക്കൽ കോളേജിലോ കോട്ടയത്തോ ആണെങ്കിൽ ശ്രീ വി എൻ വാസവൻ അറിയുമെന്ന് പറയുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ? ഇവിടെ ചെയ്തത് എന്താണ്? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടി, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കസർത്ത് കാണിച്ചിട്ടങ്ങ് പോകാം എന്നാണ് ഇവരെല്ലാം കരുതിയത്. അത് പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് പിന്നീട് മറ്റു തരത്തിലുള്ള ന്യായീകരണവുമായിട്ട് വരുന്നത്. മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അവിടെയുള്ള ആൾക്കാരോട് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ചോദിച്ചതല്ലേ കാര്യങ്ങൾ? ഒരു കൂടിക്കാഴ്ച പ്രത്യേകം നടന്നിട്ടില്ലല്ലോ. എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതേപോലെ തന്നെ പറയുകയായിരുന്നില്ലേ എന്ന്. എങ്കിൽ പിന്നെ ഇവിടെ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അവിടെ എന്തിനാണ് രണ്ടാമതൊരു കെട്ടിടം വന്നിരിക്കുന്നത്? ആ കെട്ടിടം വന്നിരിക്കുന്നത് ഈ കെട്ടിടത്തിന് ബലക്ഷയമുള്ളത് കൊണ്ടാണ്. അത് പൂർത്തീകരിച്ചാൽ അടുത്ത മാസത്തേക്ക് അത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് എന്തുകൊണ്ട് പൊളിച്ചു കളഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യമില്ലേ? മന്ത്രി ചോദിച്ചില്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെങ്കിലും ചോദിക്കണ്ടേ? ഇത് കേവലം ഏതെങ്കിലും ഒരു ക്ലിനിക്കിന്റെ കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 100,000 എണ്ണം ഇവിടെ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടമാണ്. അപ്പോൾ അവിടെ വരുന്ന ചികിത്സ തേടുന്ന ആൾക്കാരുടെ, രോഗികളുടെ, കൂട്ടിരിപ്പുകാരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിൽ ഈ വാർഡുകളെല്ലാം തന്നെ പ്രവർത്തിച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ മന്ത്രിമാർ നുണ പറയുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാർ
ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ ഇവരെന്തിന്റെ പേരിലാണ്, എന്ത് മുഖം വെച്ചിട്ടാണ് ഇനി ജനങ്ങളെ നോക്കുന്നത്? അപ്പൊ ഇന്ന് എന്തുകൊണ്ടാണ് അവിടെ ശവസംസ്കാര ചടങ്ങിൽ മന്ത്രിമാരാരും പങ്കെടുക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് ഈ സർക്കാരിന്റെ രണ്ടാം ഓഖി മോമെന്റ് ആകുമെന്ന് തോന്നിയിട്ടാണ്. അവിടെയുള്ള ജനരോഷത്തിനെ പേടിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പോയതിനു ശേഷം, സാഹചര്യം ഒന്ന് തണുത്തതിന് ശേഷം പിന്നീട് പോകാമെന്ന് ഒരു മന്ത്രി തീരുമാനിച്ചത്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ മന്ത്രിമാർ വന്നിരിക്കുകയാണല്ലോ. ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. എവിടെയും കടന്നു ചെല്ലുവാൻ മന്ത്രിമാർക്ക് കഴിയുമായിരുന്നു ജനങ്ങളെ അഭിമുഖീകരിക്കാൻ. ഇവിടെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് രാവിലെ അത്രയും ആളുകളുടെ മുന്നിലേക്ക് വരാൻ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ലജ്ജാകരമാണ്. മന്ത്രി വി എൻ വാസവൻ, കോട്ടയത്തിന്റെ ചുമതല അദ്ദേഹത്തിനാണല്ലോ, മുടിചൂടാമന്നനാണല്ലോ കോട്ടയത്തിന്റെ, അദ്ദേഹത്തിനും എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വൈകിട്ടായപ്പോഴേക്കും വന്നു. മഞ്ജുഷ, ഇതില് വളരെ വേദനാജനകവും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവവികാസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത്. 2013 തന്നെ ആ കെട്ടിടത്തെ സംബന്ധിച്ച് അത് ബലക്ഷയമുള്ള കെട്ടിടമാണെന്ന് PWD റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2016 വന്നിട്ടുള്ള ഒന്നാം പിണറായി സർക്കാരിനെ തുടർന്ന് സഖാവ് KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ കിഫ്ബി വഴിയാണ് ആ കെട്ടിടത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നിർമ്മാണ അനുമതി നൽകുകയും അതിനുള്ള തുക നീക്കുകയും ചെയ്തു. പക്ഷെ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ നടത്താൻ കഴിയാതെ വരികയും നിന്നുപോയിട്ടുള്ളതും തുടർന്ന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും നഷ്ടപ്പെട്ടു. ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തിക്കുന്ന പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രികളിലും അതുപോലെ താലൂക്ക് ആശുപത്രികളിലും ഒക്കെ തന്നെ നിരവധി കെട്ടിടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 2014 16 അതുപോലെ 19 ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പല ജില്ലാ ആശുപത്രികൾ, അങ്ങ് കേരളത്തിലെ ജില്ലാ ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും ഒക്കെ തന്നെ പരിശോധിച്ചാൽ ആ കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലെ കെട്ടിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതായി തിരിച്ചറിയാനാവും. ഇവിടെ പക്ഷേ അവിടെ രോഗികൾ ഉണ്ടായിരുന്നു, എന്നിട്ട് രോഗികളില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു നാടകം അവിടെ നടക്കുകയും ചെയ്തു. മന്ത്രിയും 2 മന്ത്രിമാരും വന്ന് അവിടെ രോഗികളൊന്നും ഇല്ലായിരുന്നു, ആരുമില്ല എന്നൊക്കെ കള്ളം പറഞ്ഞതൊക്കെ കേരളം കേട്ടതാണ്. ഇനിയും അതിന് ന്യായീകരണം. ഇപ്പോൾ പഴയ കെട്ടിടങ്ങൾ 2013 മുതൽ ബലക്ഷയമുള്ളതായിരുന്നു, അത് മാറ്റുവാനുള്ള ശ്രമം നടന്നു, സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തി, കിഫ്ബി വഴി പുതിയ കെട്ടിടങ്ങൾ പണിതു എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ആരോഗ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറഞ്ഞു എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കസേരയിൽ നിന്ന് ആരോഗ്യമന്ത്രി ഇറങ്ങുകയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം, അതിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ. മഞ്ജുഷ, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോ കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കേരളത്തിലെ ആരോഗ്യ രംഗത്തെ താറടിച്ചു കാണിക്കുന്നതിനും ആരോഗ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നതിനുള്ള ഒരു വടിയായി കോട്ടയം സംഭവത്തെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. വളരെ സത്യസന്ധമായി CPM നേതാക്കളോട് ചോദിച്ചു നോക്കൂ, അവരെന്താണ് പറയുന്നതെന്ന് കൂടി അഡ്വക്കേറ്റ് BN ഹസ്കർ ചോദിച്ചു നോക്കൂ. പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുവാൻ പത്തനംതിട്ടയിലെ പാർട്ടി സഖാക്കൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരത്രമാത്രം മടുത്തു ഈ മന്ത്രിയെ കൊണ്ട്. ഈ മന്ത്രിയെ എന്നും സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പത്തനംതിട്ടയിലെ പാർട്ടി സഖാക്കൾക്ക് പരസ്യമായിട്ട്, അതായത് തങ്ങളുടെ ഭാവി പോലും അടയും എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെ അവർ ഈ മന്ത്രിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പോയിട്ട് ഒരു MLA പോലും ആകാൻ യോഗ്യല്ല എന്നാണ് പറയുന്നത്. മഞ്ജുഷ്, ഇതില് ഏറ്റവും പരമപ്രധാനമായി ശ്രീമതി വീണ ജോർജിന് പറ്റിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആദ്യം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ കാണുകയും ആ വിവരങ്ങൾ അവർ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ തുടർന്ന് വസ്തുതകൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ശ്രീമതി വീണ ജോർജ് മാധ്യമങ്ങളോടും പൊതുജനത്തോടും മാപ്പ് ചോദിക്കണമായിരുന്നു എന്ന വിചാരമുള്ള ഒരാളാണ്. നിശ്ചയമായും അത് ചെയ്യേണ്ടിയിരുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് അനുയോജ്യമായ ഒരു പ്രവൃത്തിയായിരിക്കും എന്നുള്ളതാണ്. ഈ വിവാദങ്ങൾ അതോടുകൂടി മാപ്പ് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് വീണ ജോർജ് ചെയ്യുന്നത്. അതായത് ആ അഹങ്കാരമാണ് അവരിൽ നിന്ന് ഇപ്പോൾ. അല്ലല്ല, അത് സഹിക്കുവാൻ കേരള സമൂഹത്തിന് പറ്റുകയില്ല. അവർക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, മനുഷ്യ സഹജമായ തെറ്റുകൾ ഏതു മനുഷ്യർക്കും പറ്റും. ആ തെറ്റുകൾ തിരുത്തുകയും ആ തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യമായി നാം കാണാറുള്ളത്. ശ്രീമതി വീണ ജോർജിന്റെ തെറ്റുപറ്റി ആ തെറ്റ് ഏറ്റുപറയുന്നതിന് അവർ മടി കാണിച്ചതാണ് ഈ വിവാദങ്ങളുടെ ആകമാനമുള്ള തുടക്കം. ഞാൻ കരുതുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഈ വിവാദങ്ങൾ ഒരു മരണത്തിലേക്ക് എത്തിച്ചു. ശ്രീമതി ബിന്ദു മരണപ്പെട്ടത് വളരെ വേദനാജനകമാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, 2 കുഞ്ഞുങ്ങളുടെ മാതാവായിരുന്നു. അവരുടെ നഷ്ടം നികത്താനാവാത്തതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും
എല്ലാ ചേർത്തുപിടിക്കലും ശ്രീമതി ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നുള്ള വസ്തുത ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യം കൂടി അങ്ങ് പരിശോധിക്കുക. എന്തിനാണ് വിവാദപരമായി ഇത്തരം വിഷയങ്ങളെ വിവാദമാക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ആകമാനം ഇത്തരം കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ ആരോഗ്യരംഗം കഴിഞ്ഞ 9 കൊല്ലമായി വന്നിട്ടുള്ള സമഗ്രമായ മാറ്റത്തെ കേരളം ആ മാറ്റത്തെ കാണാതിരിക്കുക, ആ മാറ്റം ഉൾക്കൊള്ളാതിരിക്കുക എന്നുള്ള സതുദ്ദേശപരമല്ലാത്തതുമായിട്ടുള്ള പ്രവൃത്തിയാണ് നിലവിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ആ കുറ്റകരമായ അനാസ്ഥയിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷം എവിടെ പിൻവാങ്ങണം? എന്ത് ആരുടെ അനാസ്ഥ? പ്രതിപക്ഷത്തിന്റെ അനാസ്ഥയോ? അങ്ങനെയല്ല, ഈ സമരം കുറ്റകരമായ അനാസ്ഥയൊന്നും അല്ല അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അത് കേരളം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഈ സമയത്ത് അങ്ങനെ ഒരു സമരം നടത്തിയില്ലെങ്കിൽ പ്രതിപക്ഷത്തെ നോക്കി ജനം പറയും ഇത്ര കാര്യക്ഷമതയില്ലാത്തവരാണോ നിങ്ങൾ എന്ന്. അങ്ങനെ ഒരു പ്രതിപക്ഷം കേരളത്തിന് വേണ്ട. അതുകൊണ്ടാണ് ഇത് ജനസമക്ഷം ഉന്നയിച്ചേ പറ്റുകയുള്ളൂ. അല്ലല്ല ഇത് കുറ്റകരമായ അനാസ്ഥ നടത്തിയത് ആരാണ്? ആരോഗ്യമന്ത്രിയാണ്, സർക്കാരാണ്. അവരെ സംരക്ഷിക്കുന്ന CPM ആണ്. ഒരു വീഴ്ച സംഭവിച്ചു, ഞാനത് ഒരു വീഴ്ച എന്ന് പറയുമ്പോൾ ആ വീഴ്ചക്ക് ഒരു ജീവന്റെ വിലയുണ്ട്. ഒരു ജീവന്റെ വിലയുണ്ട് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അല്ല, നിശ്ചയമായി അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അല്ല, ഒറ്റപ്പെട്ട സംഭവം അല്ല. ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ല, ഇത് ഓരോന്നും ഈ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അത് ചേർത്ത് വെച്ചാൽ 10,000-കണക്കിന് സംഭവങ്ങളായി. ശരി, ഞാൻ ഒരു നിമിഷം ഒരു കണക്കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. മഞ്ജുഷ്, 1600 കോടി രൂപ പൊതുജനാരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷം കഴിഞ്ഞ ഏത് കണക്ക് പറഞ്ഞാലും നവമിയുടെയും നവനീതിന്റെയും നഷ്ടം നികത്താൻ നിങ്ങൾക്ക് കഴിയില്ല അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഏത് കണക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് ആ നഷ്ടം നികത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് കോട്ടയം ജില്ലയിൽ സർവ്വസമ്മതനായ മന്ത്രി VN വാസവന് പോലും എല്ലാവരും ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ആ വീട്ടിലേക്ക് വരേണ്ടി വന്നത്. അറിയാമല്ലോ, ഒന്നുകിൽ കുറ്റബോധം അല്ലെങ്കിൽ പേടി. ശ്രീ വസന്ത്, അല്ല, ജനം ചൂലെടുത്ത് കൈകാര്യം ചെയ്യുന്നുള്ള ഭയം VN വാസവനെ പോലും ബാധിച്ചെങ്കിൽ അത്രമാത്രം ജനരോക്ഷം അവിടെ ഉണ്ട്. ആ തലയോലപ്പറമ്പിലെ സാധാരണക്കാർ, അവിടുത്തെ പാർട്ടി പ്രവർത്തകർ, അവിടുത്തെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകൾ വാസവൻ അവിടേക്ക് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് വന്നാൽ ചൂലെടുത്ത് ചെകിട്ടത്തടിക്കും എന്നുള്ള നിലയിലായിരുന്നു അവിടുത്തെ സംഭവങ്ങൾ. ഞാൻ ആ ജില്ലക്കാരനാണ്, അങ്ങേക്ക് അറിയാമല്ലോ. രണ്ടാമത് ഹസ്കർ പറയുന്നത് എന്താണ്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഈ ക്യാപ്സ്യൂൾ മാത്രം വന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. നോക്കൂ, 1 ലക്ഷത്തോളം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വീണ ജോർജ് എന്ന് പറയുന്നത് വെന്റിലേറ്ററിൽ ഉള്ള വകുപ്പിന്റെ മന്ത്രിയാണ്. അവരുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു 6 മാസം മുമ്പ് പിതാവിനെ മൃതശരീരം ഏറ്റെടുക്കാൻ വന്ന മകനെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചു. ഉടനെ മന്ത്രി അവിടേക്ക് പാഞ്ഞെത്തി. മന്ത്രി പറഞ്ഞു വിത്തിൻ 2 days ആക്ഷൻ ഉണ്ടാവും. ആ സെക്യൂരിറ്റി ജീവനക്കാരൻ 6 മാസം കഴിഞ്ഞ് ഇപ്പോഴും അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ ഓപ്പറേഷന് ശേഷം അവരുടെ വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി. അവരുടെ ജീവിതം പോയി. 2.5 വർഷക്കാലം അവർ സമരത്തിൽ ഏർപ്പെട്ടു. 3 തവണയാണ് സമരപ്പന്തൽ ഈ വീണ ജോർജ് സന്ദർശിച്ചത്. അവരവിടെ വെച്ച് 3 തവണ 300 വാഗ്ദാനങ്ങൾ കൊടുത്തു. ഒന്നുപോലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് ഹസ്കർ പറഞ്ഞത് എന്താണ്? ആ കുടുംബത്തിനൊപ്പമുണ്ട്, ആ കുടുംബത്തിന് ആവശ്യമായതൊക്കെ ചെയ്യും. എപ്പോ ചെയ്യാനിരിക്കുകയാണ് ഹസ്കർ? നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥിരം കാണാൻ പോകുന്ന ജോത്സ്യനോട് ചോദിച്ച് കവട് നിർത്തി സമയം നോക്കി വേണോ നിങ്ങൾക്ക് സഹായം പ്രഖ്യാപിക്കാൻ? 25 ലക്ഷം രൂപ ആ കുടുംബത്തിന് അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താ കുഴപ്പം? മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിദേശത്ത് പോയി ചികിത്സ നടത്താനും വാനരപ്പടയെ അഴിച്ചുവിടാനും ആവശ്യത്തിൽ കൂടുതൽ കാറ് മാറ്റി മേടിക്കാനും ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിക്കാനും പശുവിന് തൊഴുത്തുണ്ടാക്കാനും അവിടെ മ്യൂസിക് സിസ്റ്റം വെക്കാനും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ അടിയന്തരമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഇനി കബഡി നിർത്തണോ? രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റുണ്ടായാൽ അത് ഏറ്റു പറയുന്നതിൽ തെറ്റില്ല, ശരിയാണ്. പക്ഷെ ആ തെറ്റിന്റെ ജീവൻ, ആ തെറ്റിന്റെ വില എന്ന് പറയുന്നത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ജീവനാണ്. അവിടുത്തെ 2 കുട്ടികളുടെ അനാഥത്വമാണ്. അവിടെ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ വിയോഗ ദുഃഖമാണ്. നോക്കൂ, മന്ത്രി വന്ന് അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനി ചെയ്യേണ്ടത് ആരോഗ്യമന്ത്രി ഇനി ചെയ്യേണ്ടത് തന്റെ സ്ഥാനം രാജിവെച്ചിട്ട് ആ വീട്ടിൽ പോവുക എന്നുള്ളതാണ്. അതാണ് ബിന്ദുവിനുള്ള നീതി. ശ്രീ സക്രിയ ജോർജ്, ഇപ്പോൾ വീണ്ടും പറയുന്നത് വീണ്ടും ഈ ക്യാപ്സ്യൂളുകൾ വരുന്നുണ്ട്, എല്ലാ സുരക്ഷാ ഓഡിറ്റിങ്ങും ഒക്കെ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഇതൊന്നും ഒരു വീഴ്ചയായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല.
തീർച്ചയായിട്ടും ഇത് വീഴ്ച തന്നെയാണ്. ഇതിനെ ആര് ജസ്റ്റിഫൈ ചെയ്താലും വീഴ്ചയാണ്. ഈ ഫാമിലിക്കുണ്ടായ, കുടുംബത്തിനുണ്ടായ ഇറപ്പറബിൾ ലോസാണ്. നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കാൻ ഈ ഭൂമിയിൽ ആർക്കും, പാർട്ടി സെക്രട്ടറിക്കും പറ്റില്ല, മുഖ്യമന്ത്രിക്കും പറ്റില്ല, ആരോഗ്യ സെക്രട്ടറിക്കും പറ്റത്തില്ല, പോലീസ് ചീഫിനും പറ്റത്തില്ല, ചീഫ് സെക്രട്ടറിക്കും പറ്റില്ല, മഞ്ജുഷിനും പറ്റത്തില്ല, എനിക്കും പറ്റില്ല. ഒരിക്കൽ പോയാൽ ലോസ് ഫോർ എവർ ആണ്. അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മൾ നോക്കേണ്ടായിരുന്നു. കഴിഞ്ഞ മേയിൽ നമ്മുടെ കോഴിക്കോട് ഒരു ഇത് ഉണ്ടായല്ലോ, UPS പൊട്ടിത്തെറിച്ചല്ലോ. അന്ന് 5 പേര് മരിച്ചില്ലേ? അതിനകത്ത് എന്തെങ്കിലും ചെയ്തോ? അന്ന് നമുക്കറിയാമല്ലോ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന തെറ്റുകൾ. പിന്നെ ഇവിടോട്ട് എൻട്രി ഇല്ലെന്ന് പറഞ്ഞു. കേരള പോലീസിൻ്റെ അവിടെ വന്നാൽ സമരക്കാരൊക്കെ വന്ന് തല്ലിപ്പൊളിച്ച് കളഞ്ഞ ബാരിക്കേഡ്സ് ഉണ്ട്. ആ ബാരിക്കേഡ്സ് വെച്ച് അത് സെക്യൂർ ആക്കണമായിരുന്നു. ആ ബാരിക്കേഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സീൽ ചെയ്യണം. സെക്യൂരിറ്റി ബാരിക്കേഡിങ് വളരെ ആവശ്യമാണ്. അപ്പോൾ ആ ബാരിക്കേഡ് ചെയ്തിട്ട് സർവൈലൻസ് ക്യാമറ വെക്കണം. ആരെങ്കിലും അങ്ങോട്ട് കയറി പോകുന്നു, ഡേഞ്ചറസ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാർ പോകുന്നുണ്ടോ? പേഷ്യൻസ് ആണ്. ഈ രോഗികളുടെ ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ളവരുടെ ആരോഗ്യമല്ല, അതിൻ്റെ പകുതിയൊക്കെ കാണുകയുള്ളൂ. മാത്രമല്ല അവർ മെൻ്റലി ഡൗൺ ആണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവിടെ പിന്നെ ഒരു AEയുടെ പോസ്റ്റുണ്ട്, ഒരു PWDയിലെ AEയുടെ പോസ്റ്റുണ്ട്. അദ്ദേഹം എന്ത് കൊടുത്തു? കേരള പോലീസ് എന്തുകൊണ്ട് ഇതിനകത്ത് കേസ് എടുക്കുന്നില്ല? അവിടെ പോയി AEയുടെ ഫയൽ എന്തുകൊണ്ട് സീസ് ചെയ്യുന്നില്ല? പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന കാര്യമുണ്ടല്ലോ. എന്താണ് അത്? താങ്കൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയൂ. കേസ് എടുക്കാവുന്നതല്ലേ ഇവിടെ? തീർച്ചയായിട്ടും ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് തന്നെ ആദ്യം എടുക്കാം, പിന്നെ നമുക്ക് സെക്ഷൻ ഓൾട്ടർ ചെയ്യാം. പിന്നെ സെക്ഷൻ ഒരാൾ മരിച്ചല്ലോ, അത് അങ്ങനെയാണെങ്കിൽ സൂപ്രണ്ടാണ് ഉത്തരവാദി അല്ലേ? സൂപ്രണ്ടാണ് ഉത്തരവാദി അല്ലേ? സൂപ്രണ്ടുണ്ട്, തീർച്ചയായിട്ടും സൂപ്രണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇത്. പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ പിന്നെ AE അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD മെഡിക്കൽ കോളേജിൽ ചേർന്ന് അവർക്ക് അവിടെ ഓഫീസുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അതിന് കളക്ടറാണ് ചെയർമാൻ, സെക്രട്ടറി സൂപ്രണ്ടാണ്. വീണ്ടും സെക്രട്ടറിക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നു. 1987 TK രാമകൃഷ്ണൻ സാർ വന്നപ്പോൾ 4 വർഷം അദ്ദേഹം വാസവൻ അദ്ദേഹം അവിടെ മെമ്പറായിരുന്നു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. ഇവിടെ എല്ലാം TA ഒക്കെ കിട്ടും, ബാറ്റ അതൊക്കെ വാങ്ങിച്ച് നടന്നാൽ പോരാ. ഇതൊക്കെ നോക്കി പഠിച്ച് ഇവിടെ കാര്യങ്ങൾ വേണം. പിന്നെ പാർട്ടിയിൽ നിന്ന് വിടുന്ന ഒരു ടെക്നോക്രാറ്റിനെ വെക്കണം. പാർട്ടിയിൽ നിന്ന് പോകുന്ന റെപ്രസെൻറ്റേറ്റീവ് നേതാവിന് കൂറുള്ളത്, അല്ലെങ്കിൽ നേതാവിന് സിന്ദാബാദ് വിളിക്കുന്ന, ഒച്ചത്തിൽ വിളിക്കുന്നവരെയല്ല വെക്കേണ്ടത്. അവിടെ വേണ്ടുന്നത് എന്താ? ഒരു പ്രൊഫഷണലെ വെക്കണം. ഇവരുടെ CPMൻ്റെ ആണെങ്കിൽ CPMലും അവരുടെ യൂണിയനിലൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ വെക്ക്. ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ അവരുണ്ട്, BJP ആണെങ്കിൽ അവർക്ക് ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ അങ്ങനെ ആരെങ്കിലും ഒരാളെ വെക്കുക. ജനങ്ങളുടെ ജീവന് വേണ്ടി വളരെ വൈറ്റലായി ക്രൂഷ്യലായിട്ടുള്ള അഡ്വൈസ് തരാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളവരെയാണ് വെക്കേണ്ടത്. അല്ലാതെ സിമ്പതൈസേഴ്സിനെയും അവരെ കറി ഫേവർ ചെയ്യുന്നവരെ, മണിയടിക്കുന്നവരെയല്ല വെക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ അറിയാം, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യന് പുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഇങ്ങനെയുള്ള സ്ഥലത്തേ ഉള്ളൂ പാവപ്പെട്ടവർക്ക് ഇടവെക്കാൻ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി. ഇറാൻ ഇസ്രായേൽ US സമരം വന്നപ്പോൾ, വാർ വന്നപ്പം അദ്ദേഹം അമേരിക്കയൊക്കെ കുറ്റപ്പെടുത്തി. ഇപ്പം പോയേക്കുന്നത് എവിടാണ്? നമ്മൾ VSൻ്റെ ഭാഷ പറഞ്ഞ് യാതൊരു ഉളുപ്പില്ലാതാണ് അങ്ങോട്ട് പോയേക്കുന്നത്. അദ്ദേഹം പോകുന്നതിനല്ല, എന്തിനും നമ്മൾ ഈ സിസ്റ്റത്തെയൊക്കെ നമ്മൾ പിന്നെ ചില ഇടുങ്ങിയ പൊളിറ്റിക്കൽ സ്പെക്ടക്കിളിൽ കൂടെ കാര്യങ്ങൾ കണ്ടിട്ട് വിമർശിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാവരും വേണ്ടി വരും. കാരണം ഇന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും നാളെ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. അപ്പം പിന്നെ എന്തിനാണ് ഈ അമേരിക്കയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത്? ഇപ്പം നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു, അമേരിക്കയിൽ ഒരാൾ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പം അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലാന്ന് അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കണം. ഇനി അതിനേക്കാൾ ഉപരി കഴിഞ്ഞ വർഷം 25 നേഴ്സിംഗ് കോളേജാണ് ആപ്ലിക്കേഷൻ വന്നത്, 3 പേർക്കേ കൊടുത്തുള്ളൂ. ഒരു എണ്ണം എനിക്ക് പർട്ടിക്കുലർ കേസ് എനിക്കറിയാം. ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഏറ്റവും ഉള്ള പ്രൊഫഷണൽ എക്സ്പേർട്ട് എന്ന് പറയുന്നത് DME ആണ്. DME എഴുതി വെച്ചിട്ടുണ്ട് 60 സീറ്റ്സ് മേ ബി ഗിവൺ എന്ന് അലോട്ടഡ് പറഞ്ഞിട്ടുണ്ട്. 60 സീറ്റ്സ് കൊടുത്തില്ല. എന്താണ്? കറപ്ഷനാണ്. ഈ കറപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കൂടുതൽ നേഴ്സിംഗ് കോളേജ് വന്നേനെ. അപ്പം കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും നമ്മുടെ കുട്ടികൾക്ക് പോകണ്ട. ഈ പറയുന്ന ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വന്ന ബിന്ദുവിൻ്റെ മകള് തന്നെ ഇവിടുത്തെ ഒരു നേഴ്സിംഗ് കോളേജിലാണ്. അതിനൊരു മദർ ഹോസ്പിറ്റലുണ്ട്. മദർ ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റുഡൻറ്റിന് ഒരു ചെറിയ കൺസെഷനൊക്കെ കിട്ടും. ഇങ്ങനെ ഒന്നും നടക്കേണ്ട കാര്യമില്ല. ഇവിടെ നേഴ്സിംഗ് കോളേജ് എന്താ കൊടുക്കാത്തത്? ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കില്ല. ഒരു പെർ സീറ്റിന് 1 ലക്ഷം കൊടുക്കണം എന്നൊക്കെ ആൾക്കാരുടെ ഇടയിൽ അടക്കം പറയുന്നുണ്ട്.
ഇതൊക്കെ എന്താണ് ഇവിടെ? ഇതെല്ലാം വ്യാപാരി വ്യവസായിയാണ്. ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ചിഹ്നം മാറ്റി മതനേതാക്കന്മാരും വിദ്യാഭ്യാസവും ഇതെല്ലാം കച്ചവടം ചെയ്യുന്നു. ഇവർക്കെല്ലാം വ്യാപാരി വ്യവസായിയുടെ ചിഹ്നം കൊടുക്കുക. എന്തിനാണ് ഇവർക്ക് വേറെ ചിഹ്നം? ഇതെല്ലാം കച്ചവടമല്ലേ, വാണിജ്യവൽക്കരിക്കുമല്ലേ, ഈ നാടിനെ വിറ്റ് നശിപ്പിച്ച് തുലയ്ക്കുമല്ലേ. അതുകൊണ്ട് എന്തു പറ്റുന്നു? ഈ പ്രക്രിയയിൽ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട നഷ്ടം എന്നും വലുതാണ്. അത് ആർക്ക് ഇറപ്പറബിൾ ആണ്. കാർഗിൽ യുദ്ധത്തില് കുറെ പേര് മരിച്ചു. അന്ന് യഥാസമയം ജോർജ് ഫെർണാണ്ടസ് അദ്ദേഹം ഫയൽ ഒപ്പിട്ടില്ല. എന്നിട്ട് അതിനകത്ത് ഒരു ബ്രിഗേഡിയറിനെ ഒത്തിരി ഇവർ സ്കേപ്പ് കോട്ട് ചെയ്തു. നമുക്കറിയാം അവസാനം ജോർജ് ഫെർണാണ്ടസിന്റെ ലൈഫ് തന്നെ വളരെ മിസറബിൾ ആയിരുന്നു. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട പാവപ്പെട്ട കുടുംബത്തിലെ പട്ടാളക്കാർക്ക് അതുകൊണ്ട് യാതൊരു പ്ലഷറുമില്ല. ചിലപ്പം കുറച്ച് കാശ് കൊടുക്കുമായിരിക്കും. ഇപ്പം കാശ് കൊടുക്കുവാണെങ്കിലും മാറാടി 10 ലക്ഷം കൊടുത്തു. ഇതുപോലെ എന്തെങ്കിലും കൊടുക്കും. കാലിത്തൊഴുത്തിന് 44 ലക്ഷമാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് 25 ലക്ഷം കൊടുക്കണമെന്നാണ് പറഞ്ഞ്. മനുഷ്യന് വിലയിടേണ്ടത് ഇവരല്ല. MACT ജഡ്ജിമാര് ഒരു മനുഷ്യന്റെ പൊട്ടൻഷ്യൽ വാല്യൂ നോക്കിക്കൊണ്ട് വിലയിടുന്ന പോലെ ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അഡ്വക്കേറ്റ് നമ്പി നാരായണന് കോമ്പൻസേഷൻ കൊടുത്തത് സുപ്രീം കോടതി ഇവരെല്ലാം കൂടെ മാറി മാറി കൊടുത്തത് 1,96,00,000 രൂപയാണ്. അത് പരിക്കുകളേ ഉള്ളൂ. ഞാൻ കൊടുത്തതിന് വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ ജീവൻ പോയ വ്യക്തിക്ക് എത്ര കോടി കൊടുക്കണം? ഇവർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി വേണം. ശരിയാണ്. ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. ശ്രീജിത് പണിക്കർ, ഇപ്പോൾ സക്രിയ ജോർജ് പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രി നാളെ വിദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് തുടർ ചികിത്സ ആവശ്യമുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം അമേരിക്കയിലാണ് നേരത്തെയും ചികിത്സ തേടിയിരുന്നത്. പക്ഷേ ഈ യാത്ര അനവസരത്തിലായിപ്പോയി എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പരക്കുകയാണ്. നോക്കൂ മഞ്ജുഷ്, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ട്. അപ്പോൾ അതിന് ഒരു പക്ഷേ സ്പെഷ്യലൈസ്ഡ് ചികിത്സ വിദേശത്ത് മാത്രമേ കിട്ടുകയുള്ളായിരിക്കും. ഇവിടെ അത് ഉണ്ട് എന്ന് കരുതുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടേക്ക് പോകുന്നത്. പക്ഷേ അദ്ദേഹം പോയാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാശുള്ളവൻ നിശ്ചയമായിട്ടും പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെയാണ് പോവുക. അല്ലാതെ സർക്കാർ സംവിധാനത്തിനെ ആശ്രയിക്കുന്ന ഒരു പരിപാടിയില്ല. ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഇങ്ങനെ മേനി നടിക്കുന്നു. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ശ്രീ മുഹമ്മദ് റിയാസ് ഒക്കെ തന്നെ തള്ളുന്നു. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ചെറിയ ലാബ് മുതൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ നമുക്ക് സ്വകാര്യ മേഖലയിൽ ഉള്ളത് കൊണ്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് കാശുള്ളത് കൊണ്ടും ഇനി കാശില്ല എങ്കിൽ പോലും ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കി വെച്ചുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ ആരോഗ്യരംഗം നന്നായിരിക്കുന്നത്. ക്രെഡിറ്റ് പറയുന്ന സമയത്ത് സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ആ ഒരു ബുക്കിലേക്ക് അത് എഴുതി ചേർക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, അധികാരമുള്ള ആൾക്കാർ ഒന്നുകിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിൽ പോകും, അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് പോകും. അതുമല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാർ, സംസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ വിദേശത്തേക്കും പോകും. ഞാൻ പറയുന്നത് ഈ ഒരു അവസരത്തിൽ ഇവിടെയുള്ള മന്ത്രിമാർക്കെല്ലാം തന്നെ ഇവിടെ നിന്ന് തന്നെ ചികിത്സ സ്വീകരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് എന്തുകൊണ്ട് കരുതുന്നില്ല? ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ ആ തീരുമാനമെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇവിടെ ചികിത്സിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് വേണ്ട മരുന്ന് ഇവിടെ ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ല മികച്ച ആതുര സേവനം, ഡോക്ടർമാരുടെ നഴ്സുമാരുടെ സേവനം അദ്ദേഹത്തിന് ഇവിടെ കിട്ടും എന്ന കാര്യത്തിൽ അതിനൊന്നും അദ്ദേഹത്തിന് പരാതിയുണ്ട്, ആശങ്കയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹം അഡ്മിറ്റ് ആകുന്ന കെട്ടിടം പൊളിഞ്ഞു വീഴുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവിടെ മാത്രമാണ് പ്രശ്നം. അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്ന് കൃത്യമായിട്ട് കിട്ടുന്നില്ല. പഴയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മരുന്ന് എക്സ്പയർ ആയത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണം. ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നുകൂടി ഓർക്കണം. നിലമ്പൂരിൽ സ്വരാജിന്റെ കാൻഡിഡേച്ചറിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ ഇവിടെ പറയുന്നത് സർജിക്കൽ എക്യുപ്മെന്റിന്റെ ഷോർട്ടേജ് ആണ്. നേരത്തെ അറിയിച്ചു കഴിഞ്ഞാലും അത് പറ്റുന്നില്ല. തന്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് തൊഴുതുകൊണ്ട് മാപ്പ് പറയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ രീതിയിലത്തേക്കെല്ലാം വന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കടന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപക്ഷെ പണ്ട് കലാഭവന്റെയൊക്കെ സ്കിറ്റുകളിൽ കണ്ടിരിക്കുന്നത് പോലെ സർജറി ചെയ്തതിന് ശേഷം പഞ്ഞിയും തുണിയും പിന്നെ കത്രികയും എല്ലാം ആളിന്റെ വയറ്റിൽ തന്നെ വെച്ചിട്ട് കുത്തിക്കെട്ടി വെക്കുന്ന രീതിയിലത്തേക്കുള്ള ടെക്നോളജി ഉൾപ്പെടെ ഏറ്റവും അവസാനം സർജറി കഴിഞ്ഞിട്ട് ICUവിൽ വിശ്രമിക്കുന്ന സ്ത്രീ റേപ്പ് ചെയ്യുന്ന സാഹചര്യം വരെ ഇവിടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. കേരള മോഡൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. അമ്മയും കുഞ്ഞും പദ്ധതി എന്നുള്ളത് അത് നിലച്ചിരിക്കുകയാണല്ലോ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതാണ്. ബിജി എന്ന അമ്മ നവജാത ശിശുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ അവർക്ക് ധനസഹായം കിട്ടിയില്ല. അതായത് സൗജന്യമായിട്ട് ചികിത്സ കിട്ടിയില്ല. അവർക്ക് കയ്യിൽ നിന്ന് പണം കണ്ടെത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. ആ കുട്ടി മരിച്ചു.
മഞ്ജുഷ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ എല്ലാവരെയും ഇവർ സംസ്ഥാന ദ്രോഹികളായിട്ട് ചിത്രീകരിക്കും. ദുരന്തം കാത്തു നിന്നിട്ട് അതിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ദുരന്തത്തിനെ ദുരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വികസന വിദ്രോഹ സഖ്യമാണ് നമ്മൾ എന്നൊക്കെ ഇവരിങ്ങനെ പാടി നടക്കും. ആ രീതിയിലത്തേക്കുള്ള ഒരു പൂമരത്വമുള്ള കുറേയധികം സഖാക്കന്മാരാണ് ഇപ്പോൾ ഉള്ളത്. അവരാണ് കീജെ വിളിക്കുന്നത്. അതിൽ പെടാത്ത, മാനസികമായിട്ട് ഇതിനോട് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ലാത്ത, ഇങ്ങനെയല്ല ഇടതുപക്ഷം പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണയുള്ള കുറേയധികം സഖാക്കന്മാരാണ് ഇപ്പോ ഒരു തന്റെ ഇടം കണ്ടെത്തി വീണ ജോർജിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. അവർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാവും. ഞാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു നടപടി എടുക്കേണ്ടി വരുമെന്നാണ്. അദ്ദേഹത്തിന് മാനസികമായ ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം രാജു എബ്രാം വീണ ജോർജിനെ അനുകൂലിക്കുന്നയാളല്ല. പക്ഷെ അദ്ദേഹം നിസ്സഹായനാണ്. നടപടി എടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ നമ്മൾ രാജാവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജാവിന്റെ ആ വൃന്ദത്തിലുള്ള ആൾക്കാരെ, വിദൂഷകനെയെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള പ്രജ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ ശ്രീ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലായിരിക്കും, പക്ഷേ എനിക്കിതല്ലാതെ മറ്റു മാർഗമില്ല, നടപടി ഉണ്ടെങ്കിൽ ഞാനിത് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് എന്താണ്? രാഷ്ട്രീയ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അവരുടെ രാജി അനാവശ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആരുടെ രാജി ആവശ്യപ്പെടണ്ടേ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജിവെക്കണം എന്ന് പറയണോ? അതോ ആ കോട്ടയത്ത് നിന്ന്, ആ ഭാഗത്ത് നിന്നുള്ള പുതുപ്പള്ളി MLA, അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ, നിർബന്ധിതമായിട്ടുള്ള ഡിസ്ചാർജുകളെ എതിർത്ത, അതിന്റെ പേരിൽ അവസാനം അറസ്റ്റ് വരെ വരിക്കേണ്ടി വന്നിരിക്കുന്ന ചാണ്ടി ഉമ്മൻ രാജി ഒന്നാം പ്രതിയായി. അതാണ് നോക്കൂ, ഇതില് കെട്ടിടം വീണ ആൾക്കാർ പ്രതിയല്ല, കെട്ടിടം വീണതിന് ശേഷം കള്ളം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പ്രതിയല്ല, അതിന് ന്യായീകരിച്ച് നിൽക്കുന്ന ആൾക്കാർ പ്രതിയല്ല. പക്ഷേ അതിൽ ന്യായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം നിന്നിരിക്കുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ജനപ്രതിനിധി കേസിൽ പ്രതിയായി മാറുന്ന സാഹചര്യമാണ്. ഈ രീതിയിലത്തേക്കുള്ള വളരെ വികൃതമായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതിനെയാണ് ഇവരെല്ലാം കൂടെ മാറി നിന്നതിന് ശേഷം പ്രബുദ്ധത എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ടുള്ള ആൾക്കാരുടെ ന്യായീകരണം കഴിഞ്ഞതിന് ശേഷം ഇനി ഈ സോക്കോൾഡ് സാഹിത്യകാരന്മാരുണ്ടല്ലോ, നമ്മുടെ ഈ സാംസ്കാരിക വില്ലന്മാർ, ഇനി ഈ സാംസ്കാരിക വില്ലന്മാരുടെ ന്യായീകരണം കൂടി മാത്രമേ ഇനി കാണാനുള്ളൂ. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക നായകർ വാതു വന്നിട്ടില്ല. സാംസ്കാരിക നായകരല്ല മഞ്ജുഷ, സാംസ്കാരിക വില്ലന്മാരാണ്. കാരണം വേണ്ടുന്ന സമയങ്ങളിൽ ഇവരാരും പ്രതികരിക്കില്ല. മനുഷ്യന്റെ വേദനയെക്കുറിച്ച് പറയുന്ന, ഇങ്ങനെ വന്നിരിക്കുന്ന ഒരാളിന്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പറയുന്ന, ആ കുടുംബത്തിന്റെ അത്താണി ഇല്ലാതെ ആയിരിക്കുന്ന എന്ന് പറയുന്ന, ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും പോയി 2 ലക്ഷം രൂപ അവരുടെ കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ നഷ്ടം അങ്ങ് നികന്നു എന്നാണ് കരുതുക. ആരോഗ്യരംഗത്തെ വീഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കെട്ടിടത്തിന്റെ വീഴ്ച വരെയായി. എന്നിട്ടും അതിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാതിരിക്കുന്ന ഒരു മന്ത്രിയും മറ്റുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അതിന് ബെസ്റ്റ് യോജിക്കുന്ന ഒരു ആശുപത്രി സൂപ്രണ്ടും, ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യരംഗത്തിന്റെ കേന്ദ്രം എന്ന രീതിയിലൊക്കെ വാഴ്ത്തുന്നത്. അതിനെയാണ് നമ്പർ 1 എന്നും വിദേശ മോഡൽ എന്നും ലോകത്തിന് തന്നെ മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞത് കേട്ടില്ലേ? അമേരിക്ക പോലും കോവിഡ് വന്നിരുന്ന സമയത്ത് വിറങ്ങലിച്ച് നിന്നിരുന്നപ്പോൾ സധൈര്യം തീരുമാനമെടുത്തെന്ന്. ഇതേപോലത്തെ തീരുമാനങ്ങളായിരിക്കും. ഈ 500 രൂപയുടെ PP കിറ്റ് 1500 രൂപയ്ക്ക് എഴുതി വിറ്റതൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ചെയ്തത്. പൂന്തുറയിലും മറ്റും തോക്ക് വെച്ച് എനിക്ക് ഈ വിഷയം എടുത്തിടണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ അങ്ങനെ വിറങ്ങലിച്ച് നിന്ന് അമേരിക്കയിലേക്ക് തന്നെയാണ് വീണ്ടും ചികിത്സയ്ക്ക് മുഖ്യമന്ത്രി പോകുന്നത്. ഹസ്കർ പരിഹസിക്കുന്നതല്ല, അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ്. അദ്ദേഹം അത് തുടർ ചികിത്സ നടത്തട്ടെ, അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പൊതുസമൂഹം കരുതിപ്പോകും. ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പരിഹാസ രൂപേണ ആണോ എന്നെനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള സംശയം മുഖ്യമന്ത്രിക്കുണ്ട്, അതുകൊണ്ടാണ് നാട്ടിൽ ചികിത്സിക്കാത്തതെന്ന്. സർക്കാർ ആശുപത്രിയുടെ കാര്യമാണ് പറഞ്ഞത്, പ്രൈവറ്റ് ആശുപത്രിയുടെ കാര്യമല്ല. മഞ്ജുഷ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ഇപ്പോഴത്തെ സ്ഥിതി 2016 ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ ആരെയും അഭിനന്ദിക്കേണ്ട, ഇകഴ്ത്താതിരിക്കുന്നതിനുള്ള സന്മനസ്സെങ്കിലും കാണിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ആരോഗ്യ രംഗത്ത് കേരളത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ എന്നുള്ളത് 116 കോടി രൂപ 2015-16 കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യത്തിനു വേണ്ടി, സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു എങ്കിൽ ഇന്നത് 1600 കോടി രൂപയായി മാറി. നിങ്ങൾ പരിശോധിക്കൂ, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറോട്, പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറോട് അന്വേഷിക്കൂ. 100 അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ അങ്ങനെ തുറന്നു പറയില്ല.
അല്ല, ഡോക്ടർമാർ എത്രമാത്രം അപ്രിയമായ കാര്യങ്ങളുണ്ടെങ്കിലും തുറന്നു പറയില്ല. കാരണം അവരുടെ സർവീസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒട്ടുമേ പറയില്ല. പക്ഷെ ഒരു ഡോക്ടർ അതിന് തയ്യാറായി. ഡോക്ടർ ഹാരിസ് ഹസൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം CPM സഹയാത്രികനാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ എന്തെല്ലാം ഗുലുമാലാണ് ഇവിടെ ഉണ്ടായത്. അവസാനം പാർട്ടി സെക്രട്ടറി തള്ളിക്കളയുന്നു. ഇതെല്ലാം തകർക്കാൻ വന്നിരിക്കുന്നയാളാണെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം പോലും എഴുതുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഡോക്ടറോട് ചോദിക്കേണ്ടി വന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സമാധാനം കിട്ടുന്നില്ലായിരുന്നു ഈ ഓപ്പറേഷനുകൾ മുടങ്ങുന്നത് കണ്ടിട്ട്. തൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടിയുടെ ഓപ്പറേഷൻ മുടങ്ങുന്നത് കണ്ട് മനം നൊന്താണ് ആ ഡോക്ടർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഡോക്ടറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് പണി പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മനോധൈര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അതിന് ഉറച്ചു നിൽക്കുന്നു. മറ്റു ഡോക്ടർമാരുടെ കാര്യം അങ്ങനെയല്ല. മനുഷ്യ ഈ കേരളത്തിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന, പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലെയും താലൂക്ക് ആശുപത്രിയിലെയും OP-യുടെ കണക്ക് പരിശോധിക്കും. 2016 100-ൽ താഴെയായിരുന്നെങ്കിൽ ഇന്ന് 350-ഉം 450-ഉം OP-യാണ് ഒരു ദിവസം ഡോക്ടർമാർ കാണുന്നത്. ഒന്ന് അതല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ മാറ്റം വന്നു? കുറ്റക്കാരാണ്. അതല്ല, അല്ല ഞാൻ പറയാം. നിങ്ങളിപ്പോ പറഞ്ഞു വെച്ചത് ഡോക്ടർ ജയകുമാർ ഏതോ തരത്തിലുള്ള അക്ഷന്തവ്യമായ അപരാധം ചെയ്തു. ഡോക്ടർ ജയകുമാർ ആരാണെന്നറിയാമോ? ദൈവം തമ്പുരാനാണെന്ന് കരുതി. ഒരു സെക്കൻഡ്. അദ്ദേഹം ദൈവം തമ്പുരാനാണ്. അദ്ദേഹം ദേവേന്ദ്രന്റെ പിതാവാണെന്ന് നമ്മൾ കരുതി അദ്ദേഹത്തിനെ അത്ര ഹൈ പെഡസ്റ്റലിൽ വെച്ചോളൂ. പക്ഷേ അവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടം, ബലക്ഷയമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു കെട്ടിടം, അവിടേക്ക് വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ കെട്ടിടം ഉപയോഗിക്കേണ്ടി വന്നു എന്നൊരാൾ പറഞ്ഞാൽ, ആ കെട്ടിടം നിലം പൊത്താനുള്ള റിസ്ക് എടുത്തിട്ടും അവിടെയുള്ള മനുഷ്യജീവനുകളെ യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാതെ അവിടെ വെച്ചു എന്ന് പറയുന്ന ആള് സർവേശ്വരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യാതൊരു വിലയുമില്ല ഹസ്കർ, യാതൊരു വിലയുമില്ല. ശ്രീ ഞാൻ പറയാം, ഡോക്ടർ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം ലോക പ്രശസ്തനായ കാർഡിയ സർജനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി സർക്കാർ ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള ഡോക്ടറാണ്. ഒരു മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് വിധേയമാകുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കാർഡിയോ സർജനാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ശസ്ത്രക്രിയ വൈദഗ്ധ്യത്തെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. വാസവൻ തുടർച്ചയായിട്ട്, മന്ത്രി വാസവൻ തുടർച്ചയായിട്ട് പറയുകയാണ്, എല്ലാ മാസവും ചുരുങ്ങിയത് ഒരു ഹൃദയമെങ്കിലും മാറ്റിവെക്കുന്ന ആൾക്കാർക്ക് അനാസ്ഥയോടുകൂടി നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ നമ്മൾ അത് ക്ഷമിച്ച് സഹിച്ചു കൊടുക്കണമെന്നാണോ പറയുന്നത്? എന്താണ് ഈ ഹൃദയത്തിന്റെ കണക്ക്? അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ഉണ്ടായിരിക്കാം. ന്യായീകരണത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യം BN വാസവന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തിൽ, ജയകുമാർ ഡോക്ടറുടെ വൈദഗ്ധ്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷെ അതിന് തണലേകുന്ന ഒന്നല്ല അവിടെ നടന്ന ഈ അഡ്മിനിസ്ട്രേഷൻ ലാബ്സ്. അല്ല ഡോക്ടർ KM ചെറിയാൻ റെയിൽവേ ഹോസ്പിറ്റലിൽ എത്രയോ കാലം മുമ്പ് ചെയ്തു. റെയിൽവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്, സർക്കാർ മാറ്റിവെക്കൽ ചെയ്ത ആളാണ്. അതെ, അല്ല സ്വകാര്യ മേഖലയിൽ, സർക്കാർ മേഖലയിൽ നിന്നല്ല, ഇന്ത്യയിലെ ആദ്യത്തെ. ഞാൻ ഡോക്ടർ KM ചെറിയാൻ ചെറിയൊരാളാണെന്ന് കരുതുന്നല്ല. ഞാൻ ഈ ഡോക്ടർ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഡോക്ടർ ജയകുമാർ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ജീവിക്കുന്ന ആ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞ നുണയോ അല്ലയോ? വേണ്ടേ? അതിൽ അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിനുണ്ട്, നിശ്ചയമായ ദിവസം 10 അദ്ദേഹം ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ഒരേ സമയം 2 ഹൃദയം മാറ്റി വെച്ചാൽ പോലും അത് തെറ്റല്ലേ? ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് കൊണ്ട് ഒരു മികച്ച ഡോക്ടറെ സമൂഹത്തിൽ ഇങ്ങനെ താറടിച്ച് കാണിക്കരുത്. അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് ഉണ്ട് പ്രസ്താവനയുടെ പേരിലല്ലേ ശ്രീഹാസ്? അതല്ല, അദ്ദേഹം പറഞ്ഞ നെറികേടിന്റെ, അദ്ദേഹം പറഞ്ഞ മര്യാദകേടിന്റെ, അദ്ദേഹം പറഞ്ഞ പെരും നുണയുടെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹത്തിന് രണ്ട് ഇരുമ്പ് പൈപ്പും ഒരു ടിൻഷീറ്റും വെച്ച് അവിടെ ബ്ലോക്ക് ചെയ്താൽ മാത്രം മതി. മെഡിക്കൽ കോളേജില് ഞങ്ങള് മെഡിക്കൽ ലീഗൽ കേസിൽ പോയി ഈ സ്ഥലം എല്ലാം ഞങ്ങൾക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. ഈ വാർഡുകളിലെല്ലാം കയറി ഓരോ കേസുകൾ ഉണ്ടായി കഴിയുമ്പോൾ മേ ബി മെഡിക്കൽ ലീഗൽ കേസ് കട്ടായിരിക്കാം, എന്തും ആകാം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്കറിയാം. 2 പൈപ്പ് ഒരു നല്ല ടിൻഷീറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ബാരിക്കേഡ് ചെയ്യാം. പിന്നെ അവിടോട്ട് ആരും പോകില്ല. നമുക്കിപ്പോൾ ഇരുന്ന് ചർച്ചയ്ക്ക് പോലും വകുപ്പില്ല അങ്ങനെ ചെയ്താൽ. അല്ല
അങ്ങനെ ഒരു സിസ്റ്റം സക്കറിയ ജോർജ്, ഞാൻ അതിലേക്ക് വരാം. സക്കറിയ അങ്ങനെ ടിൻഷീറ്റ് വെക്കുക മാത്രമായിരുന്നില്ല, അവിടെ വാർഡ് പ്രവർത്തിക്കുകയായിരുന്നു. അവിടെയാണ് കുറ്റം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ രോഗികൾ ഉണ്ടായിരുന്നു, എന്നിട്ട് അത് മറച്ചു വെക്കുവാനുള്ള തത്രപ്പാടായിരുന്നു അതിനുശേഷം നടന്നതെല്ലാം. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ മാറി മറിഞ്ഞു വരുന്ന ഇതിനെല്ലാം ജസ്റ്റിഫൈ ചെയ്യും. അവസാനം എന്താ, പാവപ്പെട്ടവന് പോയവന് പോയി, അവന്റെ ജീവിതകാലം അവന് ഉള്ള മൊത്തം പോയി. ഇനി ഹൂ ക്യാൻ ഗീവ് ബാക്ക് ദ ലൈഫ്? പറ്റില്ലല്ലോ, ആർക്കും സാധിക്കില്ല. അത് മാത്രമല്ല ഇനിയെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുള്ള ഒരു സന്മനസ് അത് കാണിക്കുകയുമില്ല. എന്തായാലും മുഖ്യമന്ത്രി നാളെ വിദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നില്ല, കോഴിക്കോട് നിന്ന് ഒരു പാഠം പഠിച്ചേനെ. പാഠമൊന്നും പഠിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്ന സമയത്തെങ്കിലും അദ്ദേഹം ആലോചിക്കണം ഈ ആരോഗ്യമന്ത്രിയെ വെച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഫൈൻ ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.